ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഗോസ്പൽ മീഡിയയിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എല്ലാ ദിവസവും ദൈവവചനവും ദൈവിക സന്ദേശങ്ങളും അപ്പോൾ തന്നെ പ്രാർത്ഥനാ വിഷയങ്ങളും നിങ്ങൾക്ക് ഇതിനകത്ത് പറയാവുന്നതാണ്. അതെ, ഭാരപ്പെടുന്നവരാണ്. പല ചോദ്യത്തിൻ്റെ നടുവിൽ ഉത്തരം കിട്ടാതെ നിരാശപ്പെട്ടിരിക്കുന്നവരാണ് നാം. പല ചോദ്യങ്ങളുടെ നടുവിലും നിരാശപ്പെട്ട് ഭാരപ്പെട്ട് മറ്റുള്ളവരോട് മറുപടി പറയാൻ കഴിയാതിരിക്കുന്നവരാണ്. എന്നാൽ ഈ പകൽക്കാലം നിങ്ങൾക്ക് തരുന്ന സന്ദേശം എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയുവാൻ, പല ചോദ്യങ്ങൾക്കും ഭാരപ്പെടുമ്പോൾ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി തരാൻ കർത്താവായ യേശു ക്രിസ്തു ഉണ്ട്. അല്പസമയത്തെ ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 31-ാം വാക്യം. ഇത് സംബന്ധിച്ച് നാം എന്തു പറയുന്നുണ്ട്? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ. ഈ വാക്യം ഒരു ചോദ്യത്തോടെ ആരംഭിക്കുകയാണ്. ആ ചോദ്യം ഇങ്ങനെയാണ്: ഇത് സംബന്ധിച്ച് നാം എന്തു പറയണ്ടു? ഇത് സംബന്ധിച്ച് നാം എന്തു പറയണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ. ഇത് സംബന്ധിച്ചു എന്ന് കാര്യം ചോദിക്കുമ്പോൾ തന്നെ ഏത് സംബന്ധിച്ചു എന്നൊരു ചിന്ത നമ്മൾ മുകളിൽ ചോദിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതിൻ്റെ റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പട്ടുമെത്തയല്ല. പ്രയാസങ്ങളും പ്രതികൂലങ്ങളും സമ്മർദ്ദങ്ങളും കഷ്ടങ്ങളും വേദനകളും ഒക്കെ നിറഞ്ഞതാണ്. പൗലോസിൻ്റെ ജീവിതം തന്നെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒത്തിരി പ്രയാസങ്ങളും കഷ്ടതകളും ആപത്തുകളും തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. തൻ്റെ മിഷണറി യാത്രകളിലും സുവിശേഷ പ്രവർത്തനങ്ങളിലും ഒത്തിരി പ്രതിസന്ധികൾ താൻ അകപ്പെടുവാനിടയായിത്തീരുന്നു. താനിങ്ങനെ കൊരിന്ത്യർ ലേഖനത്തിലൊക്കെ പറയുന്നുണ്ട്: കാറ്റിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാൽ ഉള്ള ആപത്ത്, പലവട്ടം പട്ടിണി, പൈതാഹ്, ഉറക്കളപ്പ്, അങ്ങനെ പലവിധമായ പ്രശ്നങ്ങളുടെ നടുവിൽ പൗലോസ് കടന്നു പോകാനിടയായിത്തീർന്നു. എന്നാൽ അതിൻ്റെ നടുവിലും ധൈര്യത്തോടെ നിൽക്കുവാനിടയായിത്തീർന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ള ഒരു ജീവിതമാണ്. എപ്പോഴും സന്തോഷം മാത്രമല്ല, എപ്പോഴും സുഖങ്ങൾ മാത്രമല്ല, പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട്. എന്നാൽ അതിൻ്റെ നടുവിൽ അനുകൂലമായി നമ്മളോട് കൂടെ നിൽക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടിയുണ്ട്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമില്ല. ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം അവിടെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം പ്രതികൂലങ്ങളുണ്ടെങ്കിൽ തന്നെയും പ്രതിസന്ധികളുണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ മുകൾ ഭാഗത്ത് വായിക്കുന്നു: നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്കായി അനുഗ്രഹമായി കൂടി വ്യാപരിക്കുവാനിടയായിത്തീരും. അതുകൊണ്ട് പകച്ചു നിൽക്കുവാനല്ല, പ്രതിസന്ധികളുടെ മുമ്പിൽ ക്ഷീണിച്ചു പോകുവാനല്ല, ഉറച്ചു വിശ്വസിക്കണം. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ അത് നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ഒരു ദൈവമുണ്ട്. ദാനിയേൽ പ്രവചനം 3-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നല്ലോ: നെബൂഖദ്നേസർ വലിയൊരു ബിംബം ഉണ്ടാക്കി വലിയൊരു ഓർഡർ അവിടെ പുറപ്പെടുവിക്കുവാനിടയായി തീർന്നു. ഈ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കണം. ആരെങ്കിലും ഈ ബിംബത്തെ നമസ്കരിക്കാതിരുന്നാൽ അവനെ എരിയുന്ന തീച്ചൂളയിലേക്ക് വലിച്ചെറിയണമെന്ന് രാജാവ് ഓർഡർ പുറപ്പെടുവിക്കുവാനിടയായി തീർന്നു. രാജാവ് കാഹളം, കുഴൽ, തമ്പുരു എന്നിവ നാദം കേൾക്കുമ്പോൾ ഈ ബിംബത്തെ നമസ്കരിക്കണമെന്ന് ഓർഡർ പുറപ്പെടുവിച്ചപ്പോൾ അവിടെ ജീവിച്ചിരുന്ന ഭക്തരായ മനുഷ്യരായിരുന്നു ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവ്. നെബൂഖദ്നേസർ തന്നെ ആ കൊട്ടാരത്തിൽ ഉന്നത പദവി കൊടുത്ത് ഉന്നത അധികാരങ്ങൾ കൊടുത്ത് ഈ ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും ആക്കിയതാണ്.
എന്നാൽ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവ് നെബൂഖദ്നേസർ പറഞ്ഞ വാക്കുകളെയോ നെബൂഖദ്നേസർ നിർത്തിയ ആ സ്വർണ്ണബിംബത്തെയോ നമസ്കരിക്കാൻ തയ്യാറായില്ല. അവർക്കറിയാം താൻ സേവിക്കുന്ന ഒരു ദൈവമുണ്ട്, താൻ ആരാധിക്കുന്ന ഒരു ദൈവമുണ്ട്, താൻ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് ബിംബമല്ല, ജീവനുള്ള ദൈവമാണ്, സർവശക്തനായ ദൈവമായതുകൊണ്ട് ആ ബിംബത്തെ നമസ്കരിക്കുവാനോ ആരാധിക്കുവാനോ തയ്യാറായില്ല. ഇത് കണ്ട് കോപം മൂത്ത നെബൂഖദ്നേസർ അവരെ എരിയുന്ന തീച്ചുളയിലേക്ക് വലിച്ചെറിയുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രയാസങ്ങൾ വരാം, പ്രതിസന്ധികൾ വരാം, എന്നാൽ നാം പ്രമാണത്തിന് വേണ്ടി നിൽക്കുവാനിടയായി തീരണം. അവർ ആ പ്രമാണത്തിന് വേണ്ടി ധൈര്യത്തോടെ നിൽക്കുവാനിടയായി തീർന്നു. തീച്ചൂള 7 ഇരട്ടിയായി ചൂടുപിടിപ്പിക്കുവാനിടയായി തീർന്നു. എന്നാൽ തീച്ചൂള പതിവായി ചൂടുപിടിപ്പിച്ചപ്പോൾ അവർ ക്ഷീണിച്ചു പോകാതെ, തളർന്നു പോകാതെ ധൈര്യത്തോടെ അവർ നിൽക്കുവാനിടയായി തീർന്നു. ആ നെബൂഖദ്നേസറിനോട് ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവ് പറയുന്ന ഒരു കാര്യമുണ്ട്: ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയും. ഞങ്ങളെ വിടുവിച്ചില്ലെങ്കിലും രാജാവ് നിർത്തിയ ബിംബത്തെ നമസ്കരിക്കത്തില്ല. ദൈവമക്കളെ, ആ തീരുമാനമാണ് തൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായി തീരുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങൾ കടന്നു വരാം. എന്നാൽ ദൈവത്തിലുള്ള വിശ്വാസത്തിലും അതുപോലെ തന്നെ നമ്മൾ എടുത്ത തീരുമാനത്തിലും, പ്രതിസന്ധിയുടെ നടുവിലും പ്രയാസങ്ങളുടെ നടുവിലും ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നാൽ നമുക്ക് വേണ്ടി തീച്ചൂളയിൽ ഇറങ്ങി വരുന്ന, ആ തീച്ചൂളയിൽ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനെ കൊണ്ട് ഇറങ്ങി വന്നതുപോലെ പ്രതികൂലങ്ങളുടെ നടുവിൽ ദൈവം അനുകൂലമായി വെളിപ്പെടുവാനിടയായി തീരും. അതുകൊണ്ട് ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവും ആ നെബൂഖദ്നേസറിനോട് പറയുകയാണ്: നിങ്ങൾ നിർത്തിയ ബിംബത്തെ നമസ്കരിക്കത്തില്ല. രാജാവിൻ്റെ കൽപ്പന കർശനമായതുകൊണ്ട് തീ ചൂടായി ശദ്രക്ക്, മേശക്കിന് എതിരെ തീച്ചൂള കഠിനമായപ്പോഴും, എന്നാൽ ശദ്രക്ക്, മേശക്കിനെ, അബേദ്നെഗോവിനെയും കൊണ്ടുവന്ന പുരുഷന്മാർ ആ തീച്ചൂളയുടെ നടുവിൽ ദഹിച്ചു പോകുവാനിടയായി തീർന്നു. ദൈവമക്കളെ, ഹല്ലേലൂയ. നമുക്ക് പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ ആരെല്ലാം നമുക്കെതിരെ എഴുന്നേറ്റാലും വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി നിന്നാൽ നമുക്കെതിരായി നിൽക്കുന്നവരെ അവരുടെ മുമ്പിൽ നമ്മെ മാനിക്കുന്നൊരു ദൈവമാണ്. ആ നെബൂഖദ്നേസർ നിർത്തിയ ആ ബിംബത്തെ നമസ്കരിക്കാതെ അവർ വിശ്വാസത്തിന് വേണ്ടി നിന്നു. ആ തീച്ചൂള അവരെ ദഹിപ്പിച്ചില്ല. കാരണം അവരുടെ അകത്തൊരു വലിയ അഭിഷേകത്തിൻ്റെ അഗ്നി കത്തുന്നുണ്ടായിരുന്നു. പുറമെയുള്ള തീക്ക് അവരുടെ അകത്തെ തീയെ കെടുത്തിക്കളയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ ആ തീച്ചൂളയുടെ നടുവിൽ ധൈര്യത്തോടെ നിൽക്കുവാനിടയായി തീർന്നു. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, തൻ്റെ ദേഹത്തിന് തീ പിടിക്കുകയോ തലമുടി കരിയുകയോ കാൽച്ചട്ടയ്ക്ക് കേടുപറ്റുകയോ ചെയ്യാതെ, തീയുടെ മണം പോലും ഏശാതെ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവിനെ പുറത്തു കൊണ്ടുവരുവാനിടയായി തീർന്നു. അവിടെ 3:29 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവർ തന്നെ പറയുന്നുണ്ട്: ഈ വിധത്തിൽ വിടുവിപ്പാൻ കഴിയുന്നൊരു ദൈവവുമില്ല. ഇന്ന് പകൽ ഹല്ലേലൂയ, സ്തോത്രം. നാം പ്രതിസന്ധിയുടെയും പ്രയാസങ്ങളുടെ നടുവിൽ ധൈര്യത്തോടെ നിന്നാൽ നമ്മെ എതിർത്ത് നിൽക്കുന്നവർ പറയും: നിങ്ങൾ സേവിക്കുന്ന ദൈവമാണ് വലിയവൻ, ഹല്ലേലൂയ, നിങ്ങൾ സേവിക്കുന്ന ദൈവമാണ് ഉന്നതനെന്ന് അവരെ കൊണ്ട് പറയുവാനിടയായി തീരും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവം അനുകൂലം എങ്കിൽ പ്രതികൂലം ആരുമില്ല. ധൈര്യത്തോടെ വിശ്വാസത്തിന് വേണ്ടി ഓടാം, വിശ്വാസത്തിന് വേണ്ടി നിൽക്കാം. പകച്ചു നിൽക്കാതെ വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കി നമുക്ക് മുന്നോട്ട് യാത്ര തിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.